لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, തറാവീഹ് നമസ്കാരാനന്തരം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി അല്പസമയം പരിശുദ്ധ റമദാൻ ആ ഒരു മാസത്തിന്റെ പ്രത്യേകതയും മറ്റും പരിഗണിച്ചുകൊണ്ട് തന്നെ ദീനീപരമായ വിഷയങ്ങൾ അല്പനേരം ഒന്ന് പങ്കുവെക്കുക എന്ന സതുദ്ദേശത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. പലർക്കും പലതായ കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. ചില വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാം ഇവിടെ കുടുംബസമേതമാണ് പല ആളുകളും ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു കുടുംബപരമായ ഐക്യവും കുടുംബത്തോടൊന്നിച്ചുള്ള ഇത്തരം ഇരുത്തങ്ങളും മതപരമായ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുക എന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുകയും അവന്റെ മഹ്ശറിൽ നാളെ പാരത്രിക ലോകത്ത് വലിയൊരു മുതൽക്കൂട്ടായി നമുക്ക് മാറുകയും ചെയ്യുന്ന ഒന്നായി നമ്മൾ ഇതിനെ മനസ്സിലാക്കണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. നമ്മളൊക്കെ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് അല്ലാഹു സജ്ജനങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ലോകത്ത് എത്തിപ്പെടണം. ഞാൻ മാത്രം പോരാ, എന്റെ കുടുംബവും അതിനോടൊപ്പം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക എന്ന ആളുകളാണ് നമ്മളൊക്കെ. അങ്ങനെ ആഗ്രഹിക്കേണ്ടവരാണ്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തടിയെയും കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഏർപ്പാടുകളിൽ, അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നിരതരാവണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ മാത്രം രക്ഷപ്പെടുക, ഞാൻ എന്റെ തടി മാത്രം കാക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി നാളെ പരലോകത്ത് അല്ലാഹു രക്ഷാശിക്ഷകൾ വിവേചിക്കുന്ന സമയത്ത് അവിടെ രക്ഷയുടെ മാർഗത്തിൽ ഞാനും ഉണ്ടാവണം, എന്റെ കുടുംബം ഉണ്ടാവണം എന്ന് ആത്യന്തികമായി ആഗ്രഹിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, നമ്മള് ഇസ്ലാമിന്റെ വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ഈ കുടുംബ സാഹചര്യത്തിൽ കുടുംബ സ്ത്രീകളും ഇവിടെയുണ്ട്, അതുപോലെ തന്നെ കുടുംബനാഥന്മാരും അതുപോലെ കുട്ടികളൊക്കെയുള്ള ഒരു സദസ്സിൽ എന്നുള്ള നിലയിൽ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന വിഷയം സ്വർഗം ആർക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന ആ ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നാവണം നമ്മൾ വിഷയങ്ങൾ പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കറകളഞ്ഞ വിശ്വാസമുള്ള ഈമാനുള്ളവർക്കാണ് ആത്യന്തികമായി സ്വർഗം അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ ചെറുപ്പകാലത്തെ പഠിച്ച വിഷയമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോ ഒന്നാമത്തേത് ഷഹാദത്താണ്, രണ്ടാമത്തേത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ, പഞ്ചസ്തംഭങ്ങളെ കുറിച്ച് നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകളാണ്. ഇവിടെ നമ്മൾ ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏത് എന്ന ചോദ്യത്തിന് അത് നമസ്കാരമല്ല, നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നുമല്ല. നേരെ മറിച്ച് ഈ പറയപ്പെട്ട അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ഇതൊക്കെ കർമ്മങ്ങളാണ്. അപ്പൊ നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും ഇതൊക്കെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. എന്നാൽ ഇതൊന്നുമല്ല അടിസ്ഥാനം. ഇതെല്ലാം ഒരു പ്രഥമമായ വിഷയത്തെ ഉറപ്പിക്കാനുള്ള 4 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഷഹാദത്തിനെ കുറിച്ചാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലേ, നമുക്കറിയാം 2 സാക്ഷ്യവചനങ്ങൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അതിന് സാക്ഷിയാണ് പടച്ചോനെ.
ഞാനത് അംഗീകരിക്കുന്നു. എന്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും അത് ജീവിതത്തിലൂടെ ഞാൻ തെളിയിക്കാനും തയ്യാറാണ് നാഥ എന്നാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനങ്ങളിലെ ഒന്നാമത്തിന്റെ ആശയം. രണ്ടാമത്തത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ അല്ലാഹു അതുപോലെ തന്നെ അവന്റെ പ്രവാചകർ എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് അംഗീകരിക്കുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കാണിക്കുവാൻ പടച്ചോനെ ഞാൻ സന്നദ്ധനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ആളുകളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉറച്ചു പറഞ്ഞ ആളുകൾ എന്നുള്ള നിലയിൽ ആ വിഷയമാണ് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം. ഈ ഷഹാദത്തുകളെ താങ്ങി നിർത്തുന്നതാണ്, അതിന് കരുത്ത് പകരുന്ന പ്രവർത്തനങ്ങളാണ് നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും അതുപോലെ തന്നെ സകാത്ത് ആണെങ്കിലും എല്ലാം ഈ ഷഹാദത്തുകളെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്നാൽ ഈ അള്ളാഹുവിന് കൊടുത്ത ഷഹാദത്തിലാണ് പലപ്പോഴും പിശാച് ഇടപെടുന്നതും മനുഷ്യന്മാരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗവും ഈ ഷഹാദത്തിന്റെ വിഷയത്തിൽ തന്നെയാണ്. അവിടെ പിശാച് പല കോലത്തിലും വരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തന്റെ അടിമകളെ പിഴപ്പിക്കാൻ അത് പിശാചിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണല്ലോ. ലൗഗവിയന്നകും അജ്മഈൻ, നിങ്ങളെയെല്ലാം ഞാൻ പിഴപ്പിക്കും എന്ന് ശപഥം ചെയ്ത പിശാചിന് ആ ഒരു ദൗത്യത്തിൽ പലപ്പോഴും നമ്മൾ വശംവദരാകുന്നു, അല്ലെങ്കിൽ അവന് കീഴ്പ്പെടുകയാണ് മനുഷ്യന്മാരിൽ പല ആളുകളും. ഈ ഷഹാദത്തിലാണ് പലപ്പോഴും ഇന്ന് പാകപ്പിഴവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സാക്ഷികൾ അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞ ആളുകളാണ്. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ പടച്ചോനെ, നിന്നോട് മാത്രമേ ഞങ്ങളുടെ വേവലാദികളും ആവലാദികളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ സമർപ്പിക്കുകയുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മുസ്ലിമിന്റെ മനസ്സിൽ നിന്ന് അല്പാൽപമായി ഈ ഷഹാദത്തിന്റെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും കടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും ഷഹാദത്ത് ബാത്തിലാകും. ഷഹാദത്ത് ബാത്തിലായി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ചിട്ട് ഫലമുണ്ടോ? നിസ്കാരം, നോമ്പും സകാത്തും ഹജ്ജും അതുകൊണ്ടൊന്നും ഫലമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അള്ളാഹുവിന് കൊടുത്ത ആ ഷഹാദത്ത് കളങ്കപ്പെടുത്തിയാൽ പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാം ഒരു പുറംപോക്കായിട്ടുള്ള അല്ലെങ്കിൽ പുറമേക്കുള്ള പ്രകടനങ്ങളായ ചില പ്രവർത്തനങ്ങളായി അവശേഷിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോ അള്ളാഹു തആലക്ക് കൊടുത്ത ആ സാക്ഷ്യവചനം, എന്റെ അടിമ എന്നോട് പറഞ്ഞ ആ സാക്ഷ്യവചനം എന്റെ അടിമ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് അടിക്കടി അള്ളാഹു തആല നമ്മളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നു, എന്നെ തന്നെയല്ലേ നീ ആരാധിക്കുന്നത്, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വഴിപ്പെട്ടല്ലേ നീ ജീവിക്കുന്നത് എന്ന് തന്റെ അടിമയോട് ഇങ്ങനെ ഇടക്കിടക്ക് അല്ലെങ്കിൽ അനുദിനം അവനെ കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ദിവസവും പടച്ചോനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്നൊക്കെ തന്നെയും ആ തന്റെ അടിമ പറയുന്നത് അവൻ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന പരിശോധന അല്ലാഹു തആല നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പറയുന്ന വർത്തമാനം ചെറുതല്ല. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യഅ്മുറുകും അൻ തുഖ്ലിസൂ ലഹുൽ ഇബാദ, ഇബാദത്ത് ഇഖ്ലാസോടുകൂടി അവന് സമർപ്പിക്കലാണ്. ആ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ വൻ തസ്തഈനൂഹു അലാ അംരിക്കും, നമ്മുടെ ഏത് വിഷയങ്ങളിലും ഏത് സന്തോഷ സന്താപ ഘട്ടങ്ങളിലാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും അവനോടായിരിക്കണം നിങ്ങൾ സഹായം തേടേണ്ടുന്നത്. അവന് പുറമെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ വസ്തുവിനോ ഒന്നിനും തന്നെ നിങ്ങളുടെ സഹായാഭ്യർത്ഥനകളോ നിങ്ങളുടെ തേട്ടങ്ങളോ വകവെച്ചു കൊടുക്കാൻ പാടില്ല. അത്രത്തോളം ഇഖ്ലാസോടുകൂടി ഇബാദത്ത് അവനെ മാത്രമേ സമർപ്പിക്കാവൂ എന്നതാണ്. അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ പ്രഥമ ലക്ഷ്യവും അത് തന്നെയാണ്. എന്താണ് ഖുർആൻ പറഞ്ഞല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് നമ്മെ ആരാധിക്കാൻ മാത്രമാണ്. അല്ലാഹുക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കടമയും കടപ്പാടും അവനോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവനെ മാത്രം ആരാധിക്കുക
എന്നതു മാത്രമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവന് കീഴ്വണക്കം മുഴുവൻ അവന് അർപ്പിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി അവരോട് ആരാധിക്കണം, അവനെ മാത്രം പ്രാർത്ഥിക്കണം എന്നതാണ് മനുഷ്യരാശിയോടും ജിന്നുകളോടും അള്ളാഹു കൽപ്പിച്ച വിഷയം എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ കറകളഞ്ഞ തൗഹീദ് ഉണ്ടല്ലോ, ഈ ആരാധനയുടെ വിഷയം, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്ന വിഷയം, ഇത് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരവും